ഹായ്, ടോക്സ് വിത്ത് റഷിദ എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്നുള്ളത് ബാലുശ്ശേരി PT ഉഷ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് പേര് അഭിജിത്തിൻ്റെ കണ്ടുമുട്ടി. അഭിജിത്തിനോട് നമുക്ക് മലയാളം പറയിപ്പിക്കാം. ഓക്കെ, എൻ്റെ പേര് റഷിദ, ഞാൻ ഇവിടെ നരക്കുനി തന്നെയാണ്. അപ്പോൾ നമ്മൾ കാഷ്വലായിട്ട് നമ്മളുണ്ടല്ലോ, എന്താണെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ ഒരു സംസാരത്തിൽ ഫുൾ ടൈം ഇംഗ്ലീഷ് വരാത്ത ഒരു സമയം ഉണ്ടാവില്ല അല്ലേ? നമ്മൾ ഡെയിലി ആരോട് സംസാരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ തന്നെ ഡെയിലി തന്നെ പറഞ്ഞു അല്ലേ? അപ്പം ആ എല്ലാ കാര്യത്തിനും ഒരു മലയാളം ഭാഷയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു മലയാളം ഉണ്ട് അല്ലേ? അപ്പം എല്ലാത്തിൻ്റെ മലയാളം നമുക്ക് അറിയില്ല, എന്നിട്ട് നമുക്ക് മലയാളം പറയാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം ഞാൻ ചിലപ്പം ഇംഗ്ലീഷൊക്കെ പറയും, പക്ഷെ താങ്കൾ ഇംഗ്ലീഷ് പറയാതെ എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കും. ഇതൊരു ചോദ്യോത്തരമൊന്നുമല്ല, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, ആ സംസാരത്തിൽ ഇംഗ്ലീഷ് കടന്നു വരരുത് എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പേര് അഭിജിത്ത്. അഭിജിത്ത് എന്താ ചെയ്യുന്നത്? ഞാൻ കല്ലിന്റെ പണിയാണ്. കല്ലിന്റെ പണി നാട്ടിൽ തന്നെയാണോ? അതെ, കരിമല തന്നെ വീട്. കരിമലയാണ് ഇവിടെ. ഏകദേശം ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ. അത് തന്നെ 5 കിലോമീറ്റർ. അഭിജിത്ത് പിന്നെ എക്സ്ട്രാ, അതായത് ഇത് ജോലിയല്ലേ, വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് അഭിജിത്ത് ചെയ്യുന്നത്? വേറെ മീനെ പിടിക്കാൻ പോകും, നാട്ടിൽ ഹോബീസ് ഒക്കെ ഉണ്ടല്ലോ. പരിപാടിയാണ് മീനെ പിടിക്കാൻ പോകുക. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ, സുഹൃത്തുക്കൾ, കമ്പനിക്കാരെ കൂടെ, കമ്പനി സുഹൃത്തുക്കൾ, കൂട്ടുകാരുടെ കൂടെ പോകും. ഓക്കെ, അങ്ങനെ കുഴപ്പമില്ല. പണിയൊക്കെ എങ്ങനെ? കുഴപ്പമൊന്നുമില്ല. പ്രോഫിറ്റ് ഒക്കെ ഉണ്ടോ? കുഴപ്പമില്ലാതെ പോകുന്നു. എങ്ങനെയാണ് ഈ പണിയെന്ന് കല്ലിന്റെ പണിയെന്ന് ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ല. കല്ല് എന്തൊക്കെ ഉണ്ട്? കല്ല് കൊത്താം, കല്ല് എടുക്കാം, കല്ല് കൊണ്ടുവയ്ക്കാം. മുറ്റത്ത് വിരിക്കുന്ന കല്ലിന്റെ പണി. മുറ്റത്ത് വിരിക്കുന്ന കടപ്പക്കല്ല്. ഓ, ആ അങ്ങനെ. അതിനെന്തേലും പറയാ? സ്റ്റോൺ വർക്ക് എന്ന് പറയുന്ന സാധനം അല്ലേ? നമ്മള് സ്റ്റോൺ ഞാൻ പറഞ്ഞല്ലേ? ഓക്കെ, അതിന് എങ്ങനെയാ? നല്ല അത്യാവശ്യം നല്ല പൈസ ഉള്ള പരിപാടിയല്ലേ അല്ലേ? ആ, ഓക്കെ. ഒരു വീടിന്റെ മുറ്റം ഇത് വിരിക്കണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് സാധിക്കോ? ഇല്ലല്ല, കുറച്ച് ദിവസം പൈസ ഉണ്ടാവും, പണി ഉണ്ടാവും അല്ലേ? അളവിനനുസരിച്ച് മാറും. ആ, ഓക്കെ. ഈ കല്ല് നിങ്ങൾ പോയി എടുക്കാണോ ചെയ്യുക, അതോ പാർട്ടി എടുക്കാണോ? നിങ്ങൾ തന്നെ പോയിട്ട് എടുക്കാണ്. നിങ്ങൾക്ക് അതിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അതിനനുസരിച്ചുള്ള. അപ്പം മൊത്തത്തില് കൊട്ടേഷൻ മൊത്തം എടുക്കാണ് ചെയ്യുക, കോൺട്രാക്ട് അല്ലേ? ഓക്കെ, അതുപോട്ടെ. അപ്പോൾ അഭിജിത്ത് രാവിലെ എഴുന്നേറ്റ് രാവിലെ ഓടാൻ വരുന്നെന്ന് പറഞ്ഞല്ലോ അല്ലേ? അപ്പൊ അഭിജിത്ത് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു അല്ലേ? ജിമ്മിൽ പോകാറില്ല? ഓക്കെ, അഭിജിത്ത് രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകുന്നത് വരെ, പണിക്ക് പോയ സ്ഥലത്ത് നിങ്ങൾ 11 മണിയായപ്പോൾ ചായ കുടിക്കുമല്ലോ അല്ലേ? അതുവരെയുള്ള കാര്യങ്ങൾ ഒരൊറ്റ ഇംഗ്ലീഷ് ഇല്ലാതെ മലയാളത്തിൽ പറയാ. ഒരു സാധനം സ്കിപ്പ് ചെയ്യരുത്, പല്ല് തേക്കുന്ന ബ്രഷ് ഉൾപ്പെടെ സ്കിപ്പ് ചെയ്യരുത്. ഇനി ബ്രഷ് ഉപയോഗിക്കണ്ട, അല്ലാതെ പല്ല് വെച്ചാൽ മതി. ആ, പറഞ്ഞോ. രാവിലെ എണീച്ച പാടെ ഉമിക്കി റൂട്ടി കൈയിന്റെ വിരൽ കൊണ്ട് പല്ല് തേക്കും. നന്നായി തേക്കാറില്ലേ? നല്ലോണം തേക്കും. ഓക്കെ, വെരി ഗുഡ്. എന്നിട്ട് കുളിക്കും. പാട്ടയിൽ വെള്ളം മുക്കിയിട്ട് കുളിക്കും. വെറുതെ അങ്ങനെ കുളിക്കുക? സോപ്പൊന്നും തേക്കില്ല? ഇല്ല, ഞാൻ മറ്റേ ചെമ്പരത്തിന്റെ ഇല ഉപയോഗിച്ച് കുളിക്കും. മേലോ? എന്താ സോപ്പ് ഉപയോഗിക്കലുണ്ട്, പക്ഷെ പറയാൻ പറ്റൂലോ. അതല്ല, ഞാനത് ചോദിക്കുന്നേ, അങ്ങനെ പറ്റുമോ ചോദിച്ചതാണ്. ഇതെടുത്ത് ഉപയോഗിച്ച് കുളിച്ചതിന് ശേഷം നേരെ കുപ്പായം മാറ്റിയതിനു ശേഷം ചായ കുടിക്കാം. എന്ത് കുപ്പായുടെ? സാധാരണ മുണ്ടും ഷർട്ടാണോ, അതേപോലെ ട്രാക്ക് സൂട്ട് ടീഷർട്ട് ആണോ? ഞാൻ മുണ്ടും ഷർട്ടും. ഷർട്ട് ഇംഗ്ലീഷ് അല്ലേ? ഷർട്ട് ഇംഗ്ലീഷ്. ഷർട്ടിന് എന്താ മലയാളത്തിൽ പറയാ? കുപ്പായം. നേരത്തെ ഈ പറഞ്ഞില്ലേ? ഓക്കെ. പിന്നെ എന്നിട്ട് ചായ കുടിക്കും. ചായക്ക് എന്താ കൂട്ടാ? അങ്ങനെയൊന്നുമില്ല, ഉപ്പുമാവ്. ഉപ്പുമാവോ? ഡെയിലിയോ? ദിവസമില്ല, ഉപ്പുമാവ്. ഡെയിലി എന്ന് പറയാൻ പോയിക്ക്, അത് ഞാൻ വിട്ടതാണ്. കഞ്ഞി. അങ്ങനത്തെ. അത് കഴിഞ്ഞാൽ നേരെ പണിസ്ഥലത്തേക്ക് പോകും. ഈ ഉപ്പുമാവും കഞ്ഞി തന്നെ ഉണ്ടാവുള്ളൂ? പത്തിരിയും കടലക്കറിയും ഒന്നും ഉണ്ടാവില്ല? അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇന്നെന്താ കഴിച്ചേ രാവിലെ? രാവിലെ ചായ കുടിച്ചില്ല. ചായ കുടിച്ചില്ലേ? അത് സമയത്തിനനുസരിച്ച് രാവിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതിനനുസരിച്ച്. സ്മൂത്തീസ്? എന്നാലും ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളെ സ്മൂത്തീസ് ഒന്നും കഴിക്കാറില്ല? അങ്ങനെയൊന്നുമില്ല, പിന്നെ നാടൻ ഫുഡ് തന്നെ അല്ലേ? ഓക്കെ, എന്നിട്ട് ആയിക്കോട്ടെ. പണിസ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പണിസ്ഥലത്തേക്ക് എങ്ങനെയാ പോവാ? ഞാനോ നടന്നു പോകും. നടന്നുവോ? ഞാൻ ചോദിക്കട്ടെ, എനക്കിപ്പോ ഇവിടെ അല്ലേ പോട്ടെ, താമരശ്ശേരിയാണ് എനിക്ക് പോകാനില്ലെങ്കിൽ രാവിലെ എത്ര മണിക്ക് നടക്കാന്ന്? 5 മണിക്ക് എണീച്ച് നടന്നാൽ താമരശ്ശേരി. ഓക്കെ, അപ്പൊ വാഹനത്തിൽ പോകൂല്ലേ? താങ്കൾക്ക് ബൈക്കാണോ ഉള്ളത്, കാറാണോ ഉള്ളത്, എങ്ങനെയാണുള്ളത്?
വണ്ടിയാണുള്ളത്. എന്ത് വണ്ടിയാണുള്ളത്? അതിനിപ്പോ എന്താ പറയാ, എന്താ പറയാ ഇപ്പൊ വണ്ടിക്ക് മലയാളം? വാഹനം തന്നെ, അത് ആ കാണുന്ന തന്നെ വണ്ടി. ഇരുചക്ര വാഹനമാണോ ഉള്ളത്? അതെ, ഇരുചക്ര വാഹനം. ഓക്കെ, ഇരുചക്ര വാഹനം കേട്ടോ. അതിന് വേറെ എന്തൊക്കെയോ പറയും തോന്നുന്നു. എന്തായാലും ഇരുചക്ര വാഹനം. ഇരുചക്ര വാഹനം. ആ ഓക്കെ. എങ്ങനെ എന്നിട്ട് ഉം. പോവും ഉം. അല്ലേ? ഏകദേശം എത്ര മണിയാകുമ്പോ ഇറങ്ങും? സമയം അങ്ങനെയൊന്നുമില്ല, ഒരു സമയത്ത് ഇറങ്ങും. പിന്നെ കുറച്ച് കരിമല നിന്നിട്ട് പോരും. അപ്പോ നിങ്ങൾ കുറെ ഫ്രണ്ട്സ് ചേർന്നിട്ടാണോ, അത് ഇയാള് കോൺട്രാക്ട് എടുക്കുകയാണോ ചെയ്യുക, അതല്ലെങ്കിൽ ഇയാൾ ആരെങ്കിലും കീഴിലാണോ? ഞാൻ രഞ്ജിത്തേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മൂപ്പര കീഴിലുമാണ്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്നുണ്ട്. സ്വന്തമായിട്ട് എടുക്കലുണ്ട്. ഓക്കെ. അപ്പൊ അവിടെ എത്തി അല്ലേ? എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാ? നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വർക്കിന്റെ, എനിക്ക് അങ്ങനെ വർക്കിനെ കുറിച്ച് അത്ര അറിയൂല. അത് ഞാൻ പറയട്ടെ, അറിയൂല. ഇതിന് ഇത്ര കണക്കെന്നൊക്കെ ഉണ്ടല്ലോ, ഒരു കല്ല് ഇത്ര വേണം, അങ്ങനെയൊക്കെ കണക്കൊക്കെ ഉണ്ടാകല്ലോ. അപ്പം ഇപ്പൊ എന്റെ വീടിന്റെ മുറ്റം ഏകദേശം ചതുരശ്ര, എങ്ങനെ എന്താ പറയാ, ഇത്ര ചതുരശ്ര അങ്ങനെയൊക്കെ പറയൂലേ? എനിക്ക് എന്റെ വീടിന്റെ മുറ്റം ഏകദേശം ഇത്രയാണുള്ളത്. എനിക്ക് ഇവിടെ കല്ല് ഇതാക്കണം. ഞാൻ നിന്നോട് ചോദിക്കാണ്, എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ നീ എന്തൊക്കെയായിരിക്കും ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ കസ്റ്റമർ എന്നുള്ള നിലയിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം? മുറ്റം എത്ര അടിക്കണക്കുണ്ട് എന്ന് നോക്കും. അതിനനുസരിച്ചാണ്. എങ്ങനെയാ? അല്ല, അത് അളവ് പോലെ വെച്ച് നോക്കും. അതിനനുസരിച്ചുള്ള പൈസ എത്രയാണോ പറയും. പൈസ പറയും. ഈ സാധനങ്ങൾക്കുള്ള പൈസയും നിങ്ങളുടെ പൈസയും കൂടി പറയാ. നിങ്ങക്ക് ഡെയിലി കൂലി, ഡെയിലി കൂലി ആവും. കുറെ നേരത്തിന് ശേഷം ഒരു ഇംഗ്ലീഷ് വന്ന്. ഡെയിലി ദിവസക്കൂലിയാണ്. ഓക്കെ. പാട്ട് പാടോ? ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അയ്യോ, പാട്ടൊന്നുമില്ല. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ല, എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഹോബി എന്ന് പറഞ്ഞാല് മീൻ പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവസാനം കണ്ട സിനിമ ഏതാ? കൊറേ കണ്ടിട്ട്. സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യൂല? അങ്ങനല്ല, വല്ലപ്പോഴും. ഏതൊക്കെയാണ്, ഇതിലാണ് ആക്റ്റീവായിട്ട് പിന്നെയും ആക്റ്റീവായിട്ട് നിൽക്കുന്നത്? ഏതൊക്കെയാണ്? അങ്ങനെ ആയിട്ടൊന്നുമില്ല. ആരെങ്കിലും നോക്കുമ്പോ ഞാൻ ജസ്റ്റ് ആരെങ്കിലും വായിക്കും ബുക്ക്? വായനയില്ല. രാഷ്ട്രീയത്തിലാണ് ആൾക്ക് സോഷ്യൽ മീഡിയ ഒന്നും ആയിട്ട് അങ്ങനെ അതില്ല. ഇൻസ്റ്റഗ്രാം ഒക്കെ ആരെങ്കിലും തുറക്കുമ്പോ ഇങ്ങനെ ഒന്ന് നോക്കുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അതാണ് പിന്നെ പാട്ട് പാടുന്നില്ല, ഒന്നുമില്ല. സ്കിപ്പാകാതെ മാക്സിമം സ്കിപ്പാകാൻ ശ്രമിച്ചു. അപ്പം പിന്നെ സുഹൃത്തുക്കളായിട്ട് പുറത്തു പോകുക, ടൂർ പരിപാടി അങ്ങനെയൊന്നുമില്ല അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? എങ്ങനെയാണ് ഉച്ചഭക്ഷണം പുറത്തുനിന്നാണോ കഴിക്കുന്നത്? പുറത്തുനിന്നാണ് കഴിക്കുന്നത്. പൊതുവെ എന്തൊക്കെയാണ് കഴിക്കുക, എങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്? ചോറ്, കറി. ചോറും കറിയും. ഫിഷ് ഫ്രൈ ഇല്ല? പിന്നെ ആളുകൊള്ളാലോ. അപ്പം അഭിജിത്ത് അല്ലേ? അഭിജിത്ത് മാക്സിമം മലയാളം പറഞ്ഞുകൊണ്ട് തന്നെ പിടിച്ചു നിന്നിട്ടുണ്ട്. എന്നാലും പോയിട്ടുണ്ട് കേട്ടോ കുറെയൊക്കെ. അപ്പം താങ്ക്സ് കേട്ടോ.